ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഔലിയാക്കളുടെ നേതാവാണ്? വിലായത്തിന്റെ പദവിയിലേക്ക്, ആത്മീയത നിറഞ്ഞ ജീവിതത്തിലേക്ക് ഉയർന്നു പോയ മഹാനാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ ജീവിതത്തിലെ അത്ഭുതം നിറഞ്ഞ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. മഹാനവറുകളുടെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട മാതാവ് ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ബഗ്ദാദ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് മഹാനവറുകളെ പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? ഇൽമു പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. തന്റെ പൊന്നുമോൻ ആത്മീയത നിറഞ്ഞ ഒരു മകനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാ ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ബഗ്ദാദിലേക്ക് പറഞ്ഞയക്കുകയാണ്. യാത്ര പോകുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഉമ്മ വസിയത്ത് ചെയ്യുകയാണ്. തന്റെ ഉമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഉപദേശം കൊടുക്കുകയാണ്. പൊന്നുമോനെ, ഉമ്മാക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പൊന്നുമോനെ. നിനക്ക് ഏത് ജീവിത സാഹചര്യം വന്നാൽ, ഏത് പ്രതികൂല സാഹചര്യം വന്നാൽ നുണ പറയല്ലേ പൊന്നുമോനെ. നിന്റെ നാവ് കൊണ്ട് കളവ് പറയല്ലേ. ഉമ്മയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. ഒരു ചെറിയ സംഘത്തിനോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഫലമ്മാ തജാവസു ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ 60ഓളം വരുന്ന കുതിരപ്പടയാളികൾ വന്ന് ആക്രമിക്കുകയാണ്. 60ഓളം വരുന്ന കുതിരപ്പടയാളികളായ കൊള്ള സംഘം എന്റെ പ്രിയപ്പെട്ടവരെ ഈ യാത്രാ സംഘത്തെ ആക്രമിക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ വന്നവരുടെ മുഴുവൻ പണങ്ങളും അവർ അപഹരിക്കുകയാണ്, ആക്രമിക്കുകയാണ്. കൊള്ള സംഘത്തിൽപ്പെട്ട ഒരാള് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മാ മഅക യാ ഫഖീർ, നിന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ആ വന്ന കൊള്ള സംഘത്തിൽപ്പെട്ട ഒരാൾ മടങ്ങി പോവുകയാണ്. ഇത് ഫക്കീറല്ലേ, ഇവന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമില്ല, അവൻ കളവ് പറയുകയാണ്. വേറൊരാള് വരികയാണ്. മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്റെ പ്രിയപ്പെട്ട ഉമ്മ തുന്നി പിടിപ്പിച്ചിരിക്കുക. ആ മനുഷ്യനും കടന്നുപോയി. ഉള്ള സംഘത്തിൽപ്പെട്ട നേതാവ് വരികയാണ്. എന്നിട്ട് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഏ ഫക്കീറേ, നീ എവിടെയാണ് പോകാൻ പോകുന്നത്? ഞാൻ ബഗ്ദാദിലേക്ക് പോവുകയാണ്. ഞാൻ ബഗ്ദാദ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോവുകയാണ്. എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്, 40 സ്വർണ്ണ നാണയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ നേതാവ് അത്ഭുതപ്പെടുകയാണ്. നേതാവ് തന്റെ പടയാളികളോട് പറയുകയാണ്, ഇവന്റെ വസ്ത്രം പരിശോധിക്കുക. അവരുടെ വസ്ത്രം പരിശോധിച്ചപ്പോൾ 40 സ്വർണ്ണ നാണയമാണ്.
സമയമാണ്. അവര് അത്ഭുതപ്പെടുകയാണ്. കൊള്ളസംഘത്തിന്റെ നേതാവ് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞത്? നിന്നെ പോലെ ഒരാളെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര ആളുകളെയാണ് ഞങ്ങൾ ആക്രമിച്ചത്, ഏതൊക്കെ സംഘങ്ങളെയാണ് ഞങ്ങൾ അപഹരിച്ചത്, അവരാരും ഇന്നുവരെ ഇതുപോലെ സത്യം പറഞ്ഞിട്ടില്ല. നീ സത്യം പറഞ്ഞതിന്റെ കാരണം ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞത് എന്തെന്നറിയോ? ഇന്ന ഉമ്മീ ആഹദത്നി അലാ, പ്രിയപ്പെട്ട ഉമ്മ എന്നോട് കരാർ ചെയ്തിരിക്കുകയാണ്, പൊന്നുമോനെ കളവ് പറയല്ലേ, നുണ പറയല്ലേ, ഏത് സാഹചര്യം നിന്റെ മുന്നിലേക്ക് വന്നാലും കളവ് പറയല്ലേ. എന്റെ ഉമ്മയുടെ വസിയത്താണ്, അതെനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല, അതെനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞതെന്ന് മഹാനവറുകളാ കൊള്ളസംഘത്തിന്റെ നേതാവിനോട് പറയുകയാണ്. ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് അവര് തൗബ ചെയ്യുകയാണ്. ആ കൊള്ളസംഘം മുഴുവനും തൗബ ചെയ്യുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ മുഹിദീമാലയിൽ പാടിയില്ലേ, മുഹിദീമാലയിൽ നമ്മൾ പാടി പഠിച്ചതല്ലേ, കളവ് പാറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവാ അൻബൗസി കുതുബീന മുഹിയദ്ദീൻ ശൈഖീന ഖുദ്നാ ബി ഐദീന. ആ കൊള്ളസംഘം മുഴുവനും മഹാനായ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപിടിച്ച് തൗബ ചെയ്യുകയാണ്. മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, എന്റെ മുരീദന്മാര്, എന്റെ ഏറ്റവും ആദ്യത്തെ മുരീദന്മാർ ആരെന്നറിയോ? എന്റെ കൈ പിടിച്ച് തൗബ ചെയ്ത ഈ കൊള്ളസംഘമാണ് എന്റെ ആദ്യത്തെ മുരീദന്മാരെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് മുരീദന്മാരുണ്ട്. ആദ്യത്തെ മുരീദന്മാരെന്ന് പറയുന്നത് മഹാനവറുകളുടെ കൈപിടിച്ച് തൗബ ചെയ്ത ഈ കൊള്ളസംഘമാണെന്ന് മഹാനവറുകൾ പറയുകയാണ്. അല്ലാഹു ആ മഹാന്റെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.